ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ലൊരു പപ്പായ പുളിശ്ശേരി അല്ലെങ്കിൽ ഓമക്കായ മോരൊഴിച്ച് കൂട്ടാനാണ് കാണിക്കുന്നത്. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഓമക്കായാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മീതെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അതിൻ്റെ അച്ചോണയൊന്ന് പോകണം. അച്ചോണ പോയിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല, പിന്നെ അത് വായ പൊള്ളാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്നിങ്ങനെ കൊത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടില്ലേ ആ പാലൊക്കെ പുറത്തേക്ക് വരും. ഇപ്പോൾ ഇതൊരു 250-300 ഗ്രാം ഉണ്ടായിരിക്കും കേട്ടോ. അതായത് ഒരു 1/4 കിലോ ഉണ്ടായിരിക്കും. ഒരു 300 ഗ്രാം വരെയൊക്കെ എടുക്കാം. ഇത് തൊലി കളഞ്ഞതിന് ശേഷം ഒന്നും കൂടി ഒന്ന് കഴുകണം. അതിൻ്റെ ശേഷം മാത്രം നുറുക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാനിത് നുറുക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് വേവിക്കാം. ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ ചെരുവത്തിൽ വെച്ചും വേവിക്കാം. കുക്കറിൽ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഉടഞ്ഞു പോവാതെ വേവിച്ചെടുക്കണം. അതായത് കൂടുതൽ വെന്ത് പോവരുത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. അത് എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു ലേശം കറിവേപ്പില, പിന്നെ 1-2 പച്ചമുളക്, പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. വെന്ത് വല്ലാതെ ഇങ്ങനെ ഉടഞ്ഞു പോവരുത്, ആ രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. ഇത് ഒരു വിസിലൊക്കെ വന്നാൽ മതിയാവും കേട്ടോ. വെന്ത് ഉടയരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് ചിരകിയ നാളികേരമാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് ഇങ്ങനെ മീതെ നിൽക്കത്തക്ക വിധത്തിൽ നല്ല നിറച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 8 ടേബിൾ സ്പൂണൊക്കെ എന്തായാലും ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 2-3 അല്ലി പിന്നെ ചുവന്നുള്ളിയും കൂടിയും ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഉള്ളി ഇഷ്ടമില്ല, ഉള്ളി വേണ്ടാത്തവർക്ക് ഉള്ളി ഒഴിവാക്കിയിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയുണ്ട്. ഇതിലേക്ക് ഒരു ലേശം മുളക് പൊടി, ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, കുറച്ച് എരിവുള്ളത് കേട്ടോ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇപ്പോൾ നല്ല മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓമക്കായൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. വെന്തിങ്ങനെ ഉടഞ്ഞിട്ടൊന്നുമില്ല. ഇനി വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കുക. ഈ അരപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ആ ഒരു ജീരകത്തിൻ്റെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറണം. അപ്പം അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തിളച്ചതിൻ്റെ ശേഷം ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള മോര് അല്ലെങ്കിൽ തൈര് ചേർക്കുക കേട്ടോ. ഇപ്പോൾ തൈരാണ്, അതായത് നല്ല കട്ടി തൈരാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇപ്പോൾ 1 കപ്പ് തൈരാണ് എടുക്കുന്നതെങ്കിൽ അതിലൊരു 1/2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സർ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. നന്നായിട്ട് പതപ്പിച്ച് അടിച്ചെടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 ലിറ്റർ മോരാണ് ചേർത്തിരിക്കുന്നത്. അത് പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ്. ഇപ്പോഴൊക്കെ മോര് നമുക്ക് ബട്ടർ മിൽക്ക് എന്ന പേരിൽ നമുക്ക് പുറത്തൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ധാരാളം. അപ്പോൾ അത് ഡയറക്റ്റ് ഒഴിക്കാവുന്നതേ ഉള്ളൂ. അല്ല നിങ്ങളുടെ കയ്യിൽ കട്ടിത്തൈരാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചേർത്ത ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. തൈര് ചേർത്തിട്ട് ചൂടാവാൻ പാടില്ല. മോരാണെങ്കിൽ ഒന്ന് ചൂടായിട്ട് അതിങ്ങനെ മീതെ ഒരു ആവി ഇങ്ങനെ വരില്ലേ, ആ സമയത്ത് ഓഫ് ചെയ്താൽ മതി. മോരായാലും ചേർത്തിട്ട് തിളപ്പിക്കാൻ പാടില്ല. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ചെറിയൊരു പുളിയുള്ള 1/2 ലിറ്റർ മോരാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ മീതെ ഇങ്ങനെ ആവി പോലെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്കുള്ള വറവിടാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർത്തിരിക്കുന്നത്. ഉലുവ അധികമായി പോണ്ട. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം മാത്രം കറിവേപ്പില ചേർക്കുക. എന്നിട്ടിത് കറിയിലേക്ക് ഒഴിക്കാം. ഏറ്റവും അവസാനം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഒന്ന് വറുത്ത് പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇതും കൂടി ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അധികമായി പോകരുത്, അപ്പോൾ കയ്പ്പുരസം വരും. ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള പപ്പായ പുളിശ്ശേരി അല്ലെങ്കിൽ പപ്പായ ഓമക്കായ മോരൊഴിച്ച് കൂട്ടാൻ റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്